അങ്ങനെ ഫൈനലി നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. റീസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ അടുത്ത മാസം റീടെസ്റ്റാണ്, 3ാമത്തെ റീടെസ്റ്റാണ്. അതായത് 25 വർഷമായി വണ്ടി. അപ്പോൾ അത് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രാവശ്യത്തെ ടെസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തമായി ചെയ്ത് ഫുള്ള് ഒരു സ്റ്റോറും കണ്ടീഷനാക്കിയിട്ടാണ് വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടായി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടും കൂടെ ഞായറാഴ്ച എല്ലാ സാധനങ്ങളും പാർട്സാക്കി, ഏകദേശം ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഫുൾ സാധനവും പാർട്സായി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ എൻജിനും ചെയ്സും പാർട്സും എല്ലാം വേർപെടുത്തി സെപ്പറേറ്റ് ആക്കി, നാശമായ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു, തുരുമ്പായതെല്ലാം കളഞ്ഞു, പുതിയത് മാറ്റാനുള്ള പരിപാടിയാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് ഞങ്ങൾ വാട്ടർ സർവീസിന് കൊടുക്കണമായിരുന്നു. കാറിൽ തന്നെ കയറി, ഇത്രയേ ഉള്ളായിരുന്നു. ചെയ്സൊക്കെ വേർപെടുത്തി കഴിഞ്ഞപ്പം ബൈക്ക് ചെറുതായി. അപ്പോൾ അതെല്ലാം വണ്ടിയിൽ തന്നെ വണ്ടിയിലാക്കിയിട്ട് ഞങ്ങൾ വാട്ടർ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഡീസൽ വാഷ് ചെയ്യണമായിരുന്നു. മൊത്തം ഗ്രീസും സാധനങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് പെയിൻറ്റിങ്ങിന് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തൊട്ടടുത്താണ് പെയിൻറ്റിങ് കട. അപ്പോൾ ഇവിടുന്ന് തന്നെ വാഷ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം പെയിൻറ്റിങ്ങിന് കൊടുക്കണം. പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നതിന് മുമ്പേ കളറിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം ക്ലിയർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറച്ച് ഡിലേ വന്നു, ഒന്ന് കളറൊന്ന് ഫിക്സ് ആക്കാൻ വേണ്ടി. ടാങ്കിൻ്റെ അവിടെ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തന്നെ ഷോപ്പിൽ തന്നെ വെൽഡിങ്ങിന് കൊടുക്കാൻ വേണ്ടി പോയി, അതും ക്ലിയർ ചെയ്തു. ചെയ്സിൻ്റെ അവിടെയും ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴേ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതാക്കാം. അങ്ങനെ അത് നമ്മുടെ തൊട്ടപ്പുറത്തെ വെൽഡിങ് ഷോപ്പിൽ നിന്ന് അത് ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ ബിജുവേട്ടൻ്റെ അടുത്ത് പെയിൻറ്റിങ്ങിന് കൊടുത്തു. ബിജുവേട്ടൻ പുട്ടിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയത് നമുക്ക് ഫോട്ടോ അയച്ചു തന്നു. ഇനി 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇനി വരുന്ന വീഡിയോസിൽ കാണാം.